കൃപാസനം ജൂൺ മാസത്തെ പത്രത്തിലെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്ന സാക്ഷ്യങ്ങളുടെ പെരുമഴയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആദ്യത്തെ സാക്ഷ്യം ഇങ്ങനെ വായിക്കാം. ബിന്ദു കൃഷ്ണൻകുട്ടി, ഓസ്ട്രേലിയ. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: നീണ്ട 23 ദിവസങ്ങളിൽ ബോധമില്ലാതെ വെന്റിലേറ്ററിൽ കിടന്ന രോഗിക്ക് ഉടമ്പടി തൈലം തേച്ചപ്പോൾ സംഭവിച്ചത്. എൻ്റെ ഭർത്താവിന് വയറുവേദനയും ഛർദിയും വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആണെന്നും പാൻക്രിയാസിൽ വലിയൊരു ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തുകയും സർജറി ചെയ്യുകയും ചെയ്തു. വാർഡിലേക്ക് മാറ്റിയെങ്കിലും മുറിവ് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ബ്ലീഡിംഗ് ഉണ്ടായി. സ്റ്റെൻറ്റ് ഇട്ടു. ലങ്സിൽ ഫ്ലൂയിഡ് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങി. വെന്റിലേറ്റർ സപ്പോർട്ട്, ഫുൾ ഓക്സിജൻ സപ്പോർട്ട് ഉണ്ടെങ്കിലും 80% കൂടുതൽ ഓക്സിജൻ കൂടുന്നില്ല. എന്തും സംഭവിക്കാം. വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ലേറ്റ് ക്യാൻഡിൽ പ്രയർ ഇടുകയും ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അത്ഭുതകരമായി സൗഖ്യം ലഭിച്ചു എന്ന ഒരു അത്ഭുതകരമായ സാക്ഷ്യം തന്നെയാണ് ബിന്ദു കൃഷ്ണൻകുട്ടിയുടേത്. മറ്റൊരു സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സോഡിയം കുറഞ്ഞ് ക്രിട്ടിക്കൽ സ്റ്റേജിലായ വ്യക്തി ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സുഖപ്പെട്ട സാക്ഷ്യം. ബിബിൻ മോൻ ജോസഫ്, കുവൈറ്റ്, അബ്ബാസിയയുടെയാണ് ഈ സാക്ഷ്യം. എൻ്റെ മമ്മിക്ക് സോഡിയം കുറഞ്ഞ് ഓക്സിജൻ ലെവൽ താഴ്ന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയിരുന്നു. ഡോക്ടർമാർ പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞു. 1 മാസത്തോളം വെന്റിലേറ്ററിൽ ആയിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച ഉപ്പ് മമ്മിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ സ്ഥിരമായി കൊടുക്കുകയും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ച മമ്മി ഇപ്പോൾ യാതൊരു കുഴപ്പവും കൂടാതെ ജീവിക്കുന്നു. കൂടാതെ യാതൊരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ നല്ലൊരു ഭവനം പണിയാനും പരിശുദ്ധമ്മ അനുഗ്രഹിച്ചു. മറ്റൊരു സാക്ഷ്യം സോണിയ ബിജു, കുത്തൂർ ഹൗസ്, നെട്ടൂർ, എറണാകുളത്തിൻ്റെതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: പാൻക്രിയാസിലെ തടിപ്പ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സുഖപ്പെട്ട സാക്ഷ്യം. എൻ്റെ ഭർത്താവിന് പാൻക്രിയാസിൽ ഒരു തടിപ്പ് വന്ന് ഒത്തിരി വേദന സഹിച്ച് പല ഹോസ്പിറ്റലുകളിലും കാണിച്ച് ഒത്തിരി പണം ചിലവാക്കിയെങ്കിലും അവസാനം സ്കാൻ ചെയ്തപ്പോൾ സ്റ്റെൻറ്റ് ഇട്ടാൽ ശരിയാകും എന്ന് പറഞ്ഞു. സ്റ്റെൻറ്റ് ഇട്ടുവെങ്കിലും 1 വർഷം കഴിഞ്ഞുള്ള ടെസ്റ്റിൽ അത് വലിപ്പം വെച്ചതായും രക്തക്കുഴലുകൾ ബ്ലാങ്ക് ആയതായും കണ്ടു. ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ പ്രാർത്ഥിച്ചുപയോഗിച്ചു. പിന്നെ അതിൽ നിന്ന് കുത്തിയെടുക്കാൻ ക്യാമറ ഇറക്കിയപ്പോൾ സ്കാനിങ്ങിൽ കണ്ട ആ തടിപ്പ് അവിടെ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ടെസ്റ്റിന് അയച്ചപ്പോൾ റിസൾട്ട് നെഗറ്റീവായിരുന്നു. മറ്റൊരു സാക്ഷ്യം ലിസമ്മ തോമസ്, മാന്നാശ്ശേരിയിൽ, മാവടി, നെടുങ്കണ്ടം, ഇടുക്കിയുടേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉടമ്പടി തൈലത്തിലൂടെ സുഖപ്പെട്ടപ്പോൾ. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 8 മാസം ആയി. ആ ദുഃഖവും കടഭാരവും മനോവേദനയും എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് എൻ്റെ ഭാരം ചുമക്കുവാൻ അമ്മ കൂടെ വരണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇവിടെ കാൽ കുത്തിയ അന്നു മുതൽ അമ്മ എന്നെ തൊട്ടു. കൂടാതെ എൻ്റെ മകന് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം മകൻ്റെ നെഞ്ചിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ബ്ലോക്കിലായിരുന്നു. ഹാർട്ടിൻ്റെ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്തപ്പോൾ എങ്ങനെ ഇത്ര ക്ലീൻ ആയി എന്ന് ചോദിച്ചു. മറ്റൊരു സാക്ഷ്യം ജാക്വലിൻ ലൂയിസ്, വാടകയ്ക്കൽ, ആലപ്പുഴയുടേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സംസാരിക്കാതിരുന്ന വ്യക്തി ഉടമ്പടി എടുത്തപ്പോൾ പെട്ടെന്ന് സംസാരിച്ചതെങ്ങനെ. ഒരു ഉടമ്പടി സാക്ഷ്യം. എനിക്ക് കഴിഞ്ഞ 6 മാസമായിട്ട് സ്വരമില്ലായിരുന്നു. തൈറോയ്ഡ് ചെക്ക് ചെയ്തപ്പോൾ ഗ്ലാൻഡിനടുത്ത് ചെറിയ സിംറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാ ടെസ്റ്റുകളും നടത്തി. ഡോക്ടർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഓപ്പറേഷൻ പേടി ആയതിനാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് നഷ്ടപ്പെട്ട സ്വരം തിരികെ നൽകി അനുഗ്രഹിച്ചു. ഡോക്ടറെ കണ്ടപ്പോൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നോർമൽ തൈറോയ്ഡ് പോലും ഇല്ല. ഒരു മരുന്നും ഇനി കഴിക്കണ്ട എന്നും പറഞ്ഞ അത്ഭുതകരമായൊരു സാക്ഷ്യമാണ് നാം വായിച്ചു കേട്ടത്. കൃപാസനത്തിൽ എപ്പോഴും പരിശുദ്ധ അമ്മ അനേകായിരങ്ങൾക്ക് കൃപ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു.
വിശ്വസിക്കുക. കർത്താവിനോട് ചേർന്ന് കൃപാസനം ഉടമ്പടിയിൽ വിശ്വസ്തത പാലിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും അമ്മ മാതാവ് നടത്തി തരും എന്നതിനുള്ള നിരവധി ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ വായിച്ചത്. മറ്റൊരു സാക്ഷ്യത്തിൻ്റെ പെരുമഴയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.